എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കെട്ടിടം പുതിയതായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച ചാലക്കുടി ഉപജില്ല ഓഫീസിൻ്റെ കെട്ടിടമാണ് നിങ്ങൾ ഈ പറയുക കാണുന്നത്. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതെങ്കിലും വേറെ ഉപജില്ലകളിൽ ഇത്തരം മനോഹരമായിട്ടൊരു കെട്ടിടം ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്ര മനോഹരമായിട്ടൊരു കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കും. പക്ഷേ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടും ഇതിൻ്റെ അകത്തെ അധികൃതർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തീർന്നിട്ടില്ല. ഇന്ന് 2 മണി തൊട്ട് 3 മണി വരെ ഈ ഓഫീസിൻ്റെ ഉള്ളിലുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന്, ചില വാഗ്വാദങ്ങളെ തുടർന്ന് നമ്മുടെ ഓഫീസറായിട്ടുള്ള ശ്രീമതി നിഷ ബിബി എന്ന് പറയുന്ന ബോധരഹിതയായി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഈ ഉപജില്ലയിൽ കലാമേള, കായികമേള, പ്രവൃത്തി പരിചയമേള തുടങ്ങിയവയെ സഹായിക്കാൻ വേണ്ടി ഉപജില്ലാ വികസന സമിതി എന്ന് പറയുന്നൊരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളായിരുന്നു ഭാരവാഹികൾ. അതിൻ്റെ കൺവീനർ സ്ഥാനത്ത് KPSTയുടെയും ട്രഷറർ സ്ഥാനത്ത് KSTയുടെയും അധ്യാപകരായിരുന്നു. ഇവർ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറി. നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി വിളിച്ചപ്പോഴും ഇതിൻ്റെ അസ്വാരസ്യങ്ങളുണ്ടായി. പിന്നീട് KPST സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു യോഗം വിളിച്ചു ചേർത്തു. പക്ഷേ KPSTയുടെ മറ്റ് 6ഓളം വരുന്ന പ്രതിനിധികളും ഉണ്ടായിരുന്നു. അവർ ആയിട്ട് വലിയ വാഗ്വാദമുണ്ടായി. ഈ വാഗ്വാദത്തെ തുടർന്ന് സമ്മർദ്ദം താങ്ങാനാവാതെ ഇവിടെ തളർന്നു വീഴുകയും അവരെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുക. മാതാവും പിതാവും ഗുരുവും ദൈവതുല്യമാണ്. പക്ഷേ അധ്യാപകരുടെ ഈ പോരാട്ടം, അവരുടെ പോരാട്ടം ഇപ്പം അവരുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വരെ തളർന്നു വീഴുന്നതിന് കാരണമായി. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അസ്വാരസ്യങ്ങൾ, അതിനുശേഷം ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഉദ്ഘാടനം ചെയ്യും 5-ാം തീയതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അതിൻ്റെ ഡേറ്റ് മാറ്റി. ഇതിൻ്റെ സംഘാടക സമിതി യോഗം ചേർന്നപ്പോൾ അതിൽ ബഹിഷ്കരണം ഉണ്ടായി. ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും അധ്യാപക സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു യോഗം വിളിച്ചത്. ആ യോഗത്തിൽ തീർച്ചയായിട്ടും വലിയ വാഗ്വാദങ്ങളുണ്ടായി ആയിട്ട്. ഇപ്പോൾ തളർന്നു വീണ് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇവിടുത്തെ അധികൃതർ, സൂപ്രണ്ട് അടക്കമുള്ളവർ DDക്ക് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള ചാലക്കുടിക്ക് അഭിമാനമായ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടും ഇങ്ങനത്തെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുക, അതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ഏറ്റവും ഉയർന്ന ഉപജില്ലയിലെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ബോധരഹിതയായി വീഴുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ഈ പറയുന്നത്? വിദ്യാർത്ഥികൾക്ക് ഇത് എന്ത് മാതൃകയാണ് കൊടുക്കുന്നത് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല ഓഫീസിന് ഏതെങ്കിലും തരത്തിൽ ബാധയേറ്റിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല ഓഫീസിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ AEOക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. ഇപ്പോൾ സ്റ്റൈലനായി നിർമ്മാണം പൂർത്തിയാക്കി കേരളത്തിലെ മറ്റു വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി മനോഹരമായ കെട്ടിടം ചാലക്കുടിക്ക് തന്നെ അഭിമാനമായി നിൽക്കേണ്ട സാഹചര്യത്തിലാണ് വിവാദങ്ങളുടെ പെരുമഴ. 500ഓളം അധ്യാപകർ അംഗത്വമെടുത്തിട്ടുള്ള കോൺഗ്രസ് അനുകൂല KPST എന്ന അധ്യാപക സംഘടനയ്ക്കാണ് ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിൽ മേധാവിത്വം. എന്നാൽ ഇപ്പോൾ 3 മാസമായി ചാർജ് എടുത്തിട്ടുള്ള KSTA എന്ന ഇടത് അധ്യാപക സംഘടനയിൽ മുൻപ് മെമ്പർഷിപ്പ് ഉണ്ടായിട്ടുള്ള ആളാണെന്നും ഉപജില്ലയിലെ കലാകായിക പ്രവൃത്തിമേളകളിൽ കൂടുതൽ അധ്യാപകരുടെ പിന്തുണയുള്ള KPSTക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നുമാണ് KPSTA പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. ഉപജില്ലയിലെ മേളകളെ സഹായിക്കാൻ ഉപജില്ലാ വികസന സമിതി എന്നൊരു സമിതി ഉണ്ടാക്കിയിരുന്നു. ഇതിൽ കൺവീനർ സ്ഥാനം കോൺഗ്രസ് അധ്യാപക സംഘടനയായ KPSTA അധ്യാപക സംഘടനയിലെ അധ്യാപികയ്ക്കും ട്രഷറർ സ്ഥാനം ഇടത് അധ്യാപക സംഘടനയായ KSTA സംഘടനയിലെ അധ്യാപികയ്ക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തുവെന്നും KPSTA പ്രതിനിധികൾ AEOയെ ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, AEO തുടർച്ചയായി തങ്ങളെ അവഗണിച്ചപ്പോൾ സ്വാഗത സംഘാടക സമിതിയിൽ നിന്നും KPSTA പ്രതിനിധികൾ ബഹിഷ്കരിക്കുകയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AEOയ്ക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നതായി KPSTA പ്രതിനിധികൾ പറഞ്ഞു. പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു യോഗത്തിനു വേണ്ടിയാണ് KPSTA പ്രതിനിധികളെ AEO ഉപജില്ലാ ഓഫീസിലേക്ക് വിളിപ്പിച്ചതെന്നും തുടർന്ന് യോഗത്തിനിടെ AEO ശ്രീമതി നിഷ PB കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നുമാണ് KPSTA പ്രതിനിധികൾ പറയുന്നത്. എന്നാൽ ഇടത് അധ്യാപക സംഘടനയായ KSTA പ്രതിനിധികൾ പറയുന്നത് AEOയ്ക്ക് ഒരു അധ്യാപക സംഘടനയിലും മെമ്പർഷിപ്പില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ കോൺഗ്രസ് അധ്യാപക സംഘടനയായ KPSTA പ്രതിനിധികൾ AEOയെ ഒറ്റപ്പെടുത്താനും സമ്മർദ്ദത്തിലാഴ്ത്താനും ശ്രമിച്ചുകൊണ്ടിരുന്നുവെന്നും ഉപജില്ലാ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം കോൺഗ്രസ് പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമം AEO തടഞ്ഞപ്പോഴാണ് കൂടുതൽ ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നതെന്ന് പറയുന്നു. കൂടാതെ മനോഹരമായ കെട്ടിടവും മതിലും പൂർത്തിയാക്കാൻ എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞുമാറ്റി AEO ഇടപെട്ടത് KPSTA സംഘടനയിലുള്ളവരെ ചൊടിപ്പിച്ചുവെന്നും അവർ തക്കം പാർക്കുമ്പോൾ AEOയെ വിഷമത്തിലാഴ്ത്താൻ ശ്രമം നടത്തിയിരുന്നുവെന്നും പറയുന്നു.
പല ദിവസങ്ങളിലും സമ്മർദ്ദം താങ്ങാനാവാതെ AEO കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് ഓഫീസിൽ നിന്നും പോയിരുന്നതെന്നും പറയപ്പെടുന്നു. ഇന്ന് ഉപജില്ലാ ഓഫീസിൽ നടന്ന യോഗത്തിൽ KPSTA പ്രതിനിധികൾ ബഹളമുണ്ടാക്കുകയും AEOയുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയും തുടർന്ന് സമ്മർദ്ദം താങ്ങാനാവാതെയുമാണ് AEO കുഴഞ്ഞു വീണെന്നുമാണ് മറ്റൊരു അഭിപ്രായം. എന്തായാലും ഉപജില്ലാ ഓഫീസിന് ആകെ ടോട്ടൽ മൊത്തം വിവാദത്തിലാണ്. AEO ആശുപത്രിയിലും വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ രാഷ്ട്രീയ ചേരിയിൽ നിന്ന് ഇമ്മാതിരി കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ത് മാതൃകയാണ് വിദ്യാർത്ഥികൾ നൽകുന്നതെന്ന് പൊതുസമൂഹം ചോദിക്കുന്നു. ഒക്ടോബർ 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഉപജില്ലാ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ മേലൂരിൽ നടക്കുന്ന ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിലെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന തീയതി MLAക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ മാറ്റിവെച്ചിട്ടുണ്ട്. അധ്യാപകരുടെ ഈ പോരാട്ടം വരാനിരിക്കുന്ന ചാലക്കുടി ഉപജില്ലയിലെ കലാകായിക ശാസ്ത്രമേളകളുടെ സംഘാടനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാം. കുട്ടികളുടെ മെറിറ്റിനെയും പ്രകടനത്തെയും വിവാദങ്ങളും കോലാഹലങ്ങളും ബാധിക്കാതിരിക്കട്ടെ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. AEOമാർക്ക് സ്വസ്ഥതയില്ലാത്ത ഈ കെട്ടിടത്തിന് എന്തോ ബാധ പിടികൂടിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം ചാലക്കുടി ഉപജില്ലാ ഓഫീസിനെ. നന്ദി, നമസ്കാരം. എന്തായാലും AEO സുഖം പ്രാപിച്ച് വീണ്ടും ഈ ഓഫീസിലേക്ക് കടന്നു വരട്ടെ. ഇതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ വളരെ സന്തോഷപൂർവ്വം സുഖമായി നടത്താനായിട്ട് AEO ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം.